അറബിക്കടലിൽ ചരിഞ്ഞ കപ്പൽ MSC എൽസ 3 കടലിൽ മുങ്ങിത്താഴ്ന്നു. കപ്പൽ അവശേഷിച്ച ക്യാപ്റ്റൻ അടക്കം 3 പേരെയും രക്ഷപ്പെടുത്തി. കോസ്റ്റ് ഗാർഡിന്റെയും നാവികസേനയുടെയും നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. നാവികസേനയുടെ INS സുജാത എന്ന കപ്പലാണ് ഇവരെ രക്ഷപ്പെടുത്തിയത്. കപ്പലിൽ നിന്ന് കൂടുതൽ കണ്ടെയ്നറുകൾ കടലിലേക്ക് വീണു. കപ്പൽ മുങ്ങുന്ന സാഹചര്യത്തിൽ രക്ഷാദൗത്യം കൂടുതൽ ദുഷ്കരമാണ്. കടലിലൂടെ ഒഴുകി നടക്കുന്ന കണ്ടെയ്നറുകളെ മറികടക്കാൻ നാവികസേനയുടെ കപ്പലുകൾക്ക് കഴിയുന്നില്ല. നാവികസേനയുടെ കൂടുതൽ കപ്പലുകളും ഡ്രോണിയർ വിമാനങ്ങളും രക്ഷാപ്രവർത്തനത്തിന് എത്തും. കൂടുതൽ വിവരങ്ങളുമായി വിജിത ചേരുന്നു. വിജിത, എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ? ദീപ്തി സൂചിപ്പിച്ചതുപോലെ തന്നെ MSC എൽസ 3 എന്ന് പറയുന്ന ഒരു കപ്പൽ മുങ്ങിത്താഴുന്നു എന്നുള്ള വളരെ ആശങ്കയുള്ള ഒരു വാർത്ത തന്നെയാണ്, അല്ലെങ്കിൽ വിവരം തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. എന്തായാലും ഇന്നലെ 24 പേരാണ് ഈ ഒരു കപ്പലിലുണ്ടായിരുന്നത്. അതിൽ 21 പേരെയും ഇന്നലെ തന്നെ രക്ഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നെ ഉണ്ടായിരുന്ന ഈ 3 പേർ, ക്യാപ്റ്റനും അതേപോലെ തന്നെ എഞ്ചിനീയർമാരും അടക്കമുള്ള ഈ 3 പേരെ രക്ഷിക്കാൻ ഇന്നലെ നാവികസേനയും അതുപോലെ തന്നെ കോസ്റ്റ് ഗാർഡുകളും എല്ലാം തന്നെ വലിയ രീതിയിൽ പരിശ്രമം നടത്തി. അതും ഇന്നലെ തന്നെ ഇന്ന് പുലർച്ചെ വന്ന വാർത്തകളിലെല്ലാം, വിവരങ്ങളിൽ നിന്നെല്ലാം തന്നെ ഈ 3 പേരെയും രക്ഷിച്ചു എന്നുള്ളത് തന്നെയാണ് അറിയാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ ആളുകളെല്ലാം സുരക്ഷിതമാണ് എന്നുള്ളൊരു കാര്യത്തിൽ ഇനി ആശങ്കയില്ല. അതോടൊപ്പം ഈ ഒരു കപ്പൽ മുങ്ങിത്താഴുന്നു എന്ന് പറയുമ്പോൾ അതിൽ 400-ലധികം കണ്ടെയ്നറുകൾ ഉണ്ട് എന്നത് അനൌദ്യോഗികമായിട്ടുള്ള കണക്ക് തന്നെയാണ്. എന്തായാലും അത്രയും കണ്ടെയ്നർ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതെല്ലാം തന്നെ ഈ ഒരു കടലിലേക്ക് പതിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായി കഴിഞ്ഞാൽ സൾഫർ അടക്കമുള്ള മാരകമായ വസ്തുക്കൾ ഇതിലുണ്ട് എന്ന് അറിയാൻ സാധിക്കുന്നു. അതെല്ലാം ഈ ഒരു കേരള തീരത്തേക്ക് അടുക്കുന്നത്, ഇത്രയും കണ്ടെയ്നറുകൾ കേരള തീരത്തേക്ക് അടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ അത് വലിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ട് തന്നെ ഉണ്ടാക്കും. അതോടൊപ്പം തന്നെ ഇത് വിഴിഞ്ഞം പോർട്ടിൽ നിന്നും പോന്നിട്ടുള്ള ഒരു കപ്പലാണ്. ചുണ്ണാമ്പ് അടക്കം, ഒരു സിംഹഭാഗവും ചുണ്ണാമ്പ് അടക്കം ഉണ്ട് എന്നുള്ള ഒരു വിവരം അടക്കം വരുന്നുണ്ട്. ഇത്തരത്തിലൊരു വിവരം ലഭിക്കുമ്പോൾ ഇതെല്ലാം ഈ ഒരു കടലിൽ കലരുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ അത് വലിയ രീതിയിൽ തന്നെ കടലിലെ ജീവികളെയും എല്ലാം ബാധിക്കാനുള്ള ഒരു ദുരൂഹമായിട്ടുള്ള ഒരു അവസ്ഥ അവിടെ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ശ്രമങ്ങൾ, ഈ കപ്പൽ എങ്ങനെയെങ്കിലും കപ്പലിലെ കണ്ടെയ്നറുകളെല്ലാം മറ്റൊരു കപ്പലിലേക്ക് മാറ്റാൻ എന്നുള്ള ഒരു രീതിയിൽ ശ്രമങ്ങളെല്ലാം തന്നെ നടന്നിരുന്നു. പക്ഷേ ഈ ഒരു കടൽക്ഷോഭവും കടലിലെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ശ്രമം അവിടെ നടക്കുന്നില്ല എന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ പ്രശ്നമായിട്ട് വരുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിന് വേണ്ട മെക്കാനിസം അല്ലെങ്കിൽ ഒരു സംവിധാനം, ഈ കപ്പലിലെ കണ്ടെയ്നറുകളെല്ലാം മാറ്റാനുള്ള ഒരു സംവിധാനം എന്ന് പറയുന്നത് നിലവിൽ ഇല്ലാത്ത ഒരു സാഹചര്യം തന്നെയാണ്. ദിവസങ്ങൾ എടുക്കും എന്നുള്ള ഒരു കാര്യമാണ് അറിയാൻ സാധിക്കുന്നത്. കൃത്യമായിട്ട് ഈ കപ്പലിൽ നിന്ന് ഇത്രയും കണ്ടെയ്നറുകൾ മാറ്റേണ്ട ഒരു കാര്യമുള്ളതിനാൽ അതിന് സമയമെടുക്കും എന്നുള്ള ഒരു കാര്യം തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. അതെന്തായാലും വലിയ രീതിയിലുള്ള ദുഷ്കരമായിട്ടുള്ള, അത്യാവശ്യം പാടുപെടുന്ന ഒരു കാര്യം തന്നെയാണ് ഇത്രയും കണ്ടെയ്നറുകൾ അതിൽ നിന്നും മാറ്റുക എന്ന് പറയുന്നത്. അതിന് വേണ്ട ഒരു മെക്കാനിസവും സംവിധാനവും ഏർപ്പെടുത്തി വരുമ്പോഴേക്കും ദിവസങ്ങൾ എടുക്കും എന്നുള്ളത് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ഈ നാവികസേനയടക്കമുള്ള എല്ലാവരും ചർച്ചകൾ നടത്താനും കൂടുതൽ ഇനി എന്ത് നടപടികൾ ഇതിൽ എടുക്കാം എന്നുള്ള കാര്യം തീരുമാനിക്കാനും ഒക്കെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെയും വിവരം ലഭിക്കുന്നുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശം തന്നെയാണ് നിലനിൽക്കുന്നുള്ളത്. കാരണം എന്തെങ്കിലും തരത്തിൽ ഇങ്ങനെ കണ്ടെയ്നറുകളെല്ലാം ഒഴുകി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അതൊരിക്കലും തുടരുത്, അല്ലെങ്കിൽ അതിന്റെ ഭാഗത്തേക്ക് പോകരുത്. അങ്ങനെ എന്തെങ്കിലും കാണുകയാണെങ്കിൽ വിവരം അറിയിക്കണം, പോലീസിലടക്കം വിവരം അറിയിക്കണം എന്നുള്ള ഒരു അവസ്ഥ തന്നെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. കാരണം ഇത്രയും കണ്ടെയ്നറുകൾ, 400-ലധികം കണ്ടെയ്നറുകൾ ഉണ്ട് എന്ന് പറയപ്പെടുന്നു. അനൌദ്യോഗികമായിട്ടുള്ള കണക്ക് തന്നെയാണ്. എന്തായാലും അത്രയും കണ്ടെയ്നറുകൾ ഉണ്ട് എന്ന് പറയപ്പെടുമ്പോൾ അത് ഒഴുകി ഈ ഒരു കേരള തീരത്തേക്കെല്ലാം വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജാഗ്രതാ നിർദ്ദേശം എല്ലാം നൽകിയിരിക്കുന്നത് ഈ കൊച്ചി, ആലപ്പുഴ തീരങ്ങളിലാണ്. അതോടൊപ്പം തന്നെ അത് ഈ ഒരു തൃശൂർ ഭാഗത്തേക്ക് മാറാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ അവിടെയെല്ലാം കൃത്യമായിട്ടുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശം എല്ലാം നൽകിയിട്ടുണ്ട്. അങ്ങനെ വരുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. എന്തായാലും കൂടുതൽ നടപടികൾ ഇനി എന്ത് ചെയ്യാം എന്നതിനെ കുറിച്ചെല്ലാം തന്നെ കൂടുതൽ ചർച്ചകളും എല്ലാം നടക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഏകദേശം 26 ഡിഗ്രിയോളം ഈ കപ്പൽ ചെരിഞ്ഞു എന്നുള്ള ഒരു കാര്യമാണ്. ഇന്നലെ 30 ഡിഗ്രി എടുത്തായിരുന്നു, പിന്നെ അത് 28-26ഓളം ചെരിഞ്ഞു എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ദീപ്തി, അതുപോലെ തന്നെ ഈ ക്യാപ്റ്റൻ അടക്കം 3 പേര് രക്ഷപ്പെടുത്തി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവരുടെ നിലവിലെ ഒരു സാഹചര്യം, അല്ലെങ്കിൽ അവരുടെ ഒരു ഇപ്പോൾ നിലവിലെ അവരുടെ സാഹചര്യം എങ്ങനെയാണ്?
ദീപ്തി 3 പേരെ രക്ഷപ്പെടുത്തി എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരങ്ങൾ. കൂടുതൽ അവർ ഇപ്പോൾ എവിടെയാണ് അതിലൊന്നും വലിയ രീതിയിലുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടില്ല. ഇന്നലെ തന്നെ ഇവരെ സ്വകാര്യ ആശുപത്രിയിലേക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ കൊച്ചിയിലെ തന്നെ സ്വകാര്യ ആശുപത്രിയിലേക്കെല്ലാം മാറ്റാനുള്ള ഒരു സാധ്യതയെല്ലാം ഇന്നലെ കണ്ടിരുന്നു. അങ്ങനെ മാറ്റുമെന്നുള്ള വിവരങ്ങളെല്ലാം ലഭിച്ചിരുന്നു. അതിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുന്നേ ഉള്ളൂ. എന്തായാലും നിലവിൽ ലഭിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കപ്പലിന്റെ അവസ്ഥ തന്നെയാണ്. മുങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള ഒരു ആശങ്കയാണ് അവിടെ അറിയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇത്രയും കണ്ടെയ്നറുകൾ ഉള്ളത് കൊണ്ട് തന്നെ അത് കടലിന് എത്തരത്തിൽ മോശമായിട്ടുള്ള ഒരു കാര്യം സൃഷ്ടിക്കും, അല്ലെങ്കിൽ മോശമായിട്ടുള്ള രീതിയിലേക്ക് കടലിനെ അത് മാറ്റാൻ ഈ ഇത്രയും സൾഫർ പോലെയുള്ള വസ്തുക്കളും വേറെ എന്തൊക്കെയോ വസ്തുക്കൾ അതിലുണ്ട് എന്ന് പറയുന്നുണ്ട്. മാരകമായ വസ്തുക്കളൊക്കെ ഉണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ അതെല്ലാം കടലിൽ കലരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് വളരെ മോശമായിട്ട് കടലിലെ അവസ്ഥയെ ബാധിക്കും, കടൽ ജീവികളെ ബാധിക്കും എന്നുള്ളൊരു കാര്യമാണ് അറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ കപ്പലിന്റെ ഈ ഒരു ചെരിവ് കൂടി വരികയാണ്, അല്ലെങ്കിൽ മുങ്ങുന്ന അവസ്ഥ കൂടി വരികയാണ് എന്നുള്ള ഈ 2 ആശങ്കകളാണ് നിലവിൽ നിലനിൽക്കുന്നത്. ഇത് മാറ്റാൻ ശ്രമിച്ചെങ്കിലും അതിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് നമുക്കിപ്പോൾ ലഭ്യമാവുന്നത്. വരും മണിക്കൂറുകളിൽ കൃത്യമായിട്ട് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ നടപടികൾ എങ്ങനെ എടുക്കാം എന്നുള്ള കാര്യത്തിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ചർച്ചകളും കാര്യങ്ങളും എല്ലാം നടക്കും. അതിൽ കൃത്യമായിട്ട് ഈ നേവി ഉദ്യോഗസ്ഥരാണെങ്കിലും നേവി ആണെങ്കിലും എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തിലെല്ലാം തന്നെ നടപടികൾ എടുക്കാനുള്ള തീരുമാനം അവിടെ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ദീപ്തി, ഇത് അതുപോലെ തന്നെ ഇപ്പോൾ നിലവിൽ ഇപ്പോൾ മഴ ഒരു പ്രതിസന്ധിയായിട്ട് നിൽക്കുകയാണ്. അത് ഈ ഒരു കൂടുതൽ രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ ഈ ഒരു നാവികസേനയ്ക്ക് കപ്പലിനടുത്തേക്ക് എത്താനുള്ള ആ ഒരു സാഹചര്യത്തിന് ഒരു ദുഷ്കരമായ ഒരു സാഹചര്യം ഒരുക്കുന്നുണ്ടോ? ശരിയാണ്. കാരണം ഇന്നലെ തന്നെ ഇവരെ രക്ഷപ്പെടുത്തുന്ന രക്ഷാപ്രവർത്തനത്തിന്റെ ഒരു ഭാഗത്തെല്ലാം തന്നെ കൃത്യമായിട്ട് ഒരു ആശ്വാസകരമായ കാര്യമായിരുന്നു. 21 പേരെ രക്ഷപ്പെടുത്തിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് രാവിലെ വരുന്ന വിവരങ്ങളിൽ നിന്നെല്ലാം ഈ 3 പേരെയും ക്യാപ്റ്റൻ അടക്കം എഞ്ചിനീയർമാരടക്കമുള്ള 3 പേരെയും രക്ഷപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളൊരു കാര്യമെല്ലാം അറിയാൻ സാധിക്കുകയുണ്ടായി. തുടർന്ന് ഒരു ആശ്വാസം എന്നുള്ള രീതിയിൽ നിൽക്കുമ്പോഴാണ് വീണ്ടും കടൽക്ഷോഭം രൂക്ഷമാവുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നതും വീണ്ടും കപ്പൽ ചെരിഞ്ഞു എന്നുള്ള രീതിയിലുള്ള വിവരങ്ങൾ നമുക്ക് നേവിയുടെ ഭാഗത്തു നിന്ന് തന്നെ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നതും അത് വീണ്ടും ആശങ്കയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും ഇപ്പോഴും ആ ഒരു കാര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. കാരണം ഈ കപ്പൽ അവിടെ നിന്നും മാറ്റണമെന്ന്, ഈ കപ്പലിൽ നിന്നും ആ കണ്ടെയ്നറുകൾ മാറ്റണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കടൽക്ഷോഭം എന്ന് പറയുന്നത് പ്രതികൂലമായിട്ട് രക്ഷാപ്രവർത്തനത്തിനും അതുപോലെ തന്നെ ഇത് മാറ്റുന്ന ഒരു സാഹചര്യത്തിലുമെല്ലാം വളരെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. നിലവിൽ അത്തരം ഒരു സാഹചര്യം തന്നെയാണ് കടലിൽ നിലനിൽക്കുന്നത്. അത് ഈ ഒരു കണ്ടെയ്നറുകൾ മാറ്റുന്ന കാര്യത്തിലാണെങ്കിൽ പോലും വളരെയധികം പ്രതികൂലമായി ബാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം ഈ കപ്പൽ ചെരിയുന്നതിനും ഈ ഒരു കടൽക്ഷോഭം വളരെ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെ അടക്കം വന്ന വിവരങ്ങളിലെല്ലാം തന്നെ ചുഴിയിൽ പെട്ടതുകൊണ്ടാണ് ഈ ഒരു കപ്പൽ ചെരിയാനിടയായത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അറിയാൻ സാധിച്ചത്. എന്തായാലും ഇന്നിപ്പോൾ കൂടുതൽ ഈ കപ്പൽ ചെരിയുമ്പോൾ അത് ഈ ഒരു കടൽക്ഷോഭം കാരണം അതിന് പ്രതികൂലമായി ബാധിക്കുന്നത് കൊണ്ട് തന്നെയാണല്ലോ. അപ്പോൾ അത് വലിയ രീതിയിലുള്ള ആശങ്ക അവിടെ സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ദീപ്തി, അതുപോലെ തന്നെ ഈ ഒരു കപ്പലിലെ കണ്ടെയ്നറുകൾ കടലിലേക്ക് മുങ്ങി അത് ഇനി കരയിലേക്ക് അടുക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ഈ ഒരു കണ്ടെയ്നറുകൾ അല്ലെങ്കിൽ ഈ ഒരു അപകടകരമായിട്ടുള്ള കണ്ടെയ്നറുകളാണ് എന്നുള്ളൊരു മുന്നറിയിപ്പ് തന്നെ തരുന്നുണ്ട്. പക്ഷേ ഇത് ഈ കരയിൽ അടുക്കുന്ന സമയത്ത് ഇത് കാണാനും അതുപോലെ തന്നെ കൂടുതൽ ആളുകൾ എത്താനായിട്ടുള്ള സാഹചര്യമുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഇവിടെ കൂടുതൽ ഈ ഒരു കരയിൽ കൂടുതൽ മുന്നൊരുക്കങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഈ വലിയൊരു അപകടം ഒഴിവാക്കാനായിട്ടുള്ള ഒരു മുൻകരുതലുകൾ എന്തെങ്കിലും എടുക്കുന്നുണ്ടോ നിലവിൽ? ദീപ്തി സൂചിപ്പിച്ചത് വളരെ ശരിയാണ്. കാരണം നമുക്കൊരിക്കലും ഇതുവരെ ഇല്ലാത്ത അല്ലെങ്കിൽ അറിയാത്ത ഒരു സാഹചര്യത്തിലൂടെ തന്നെയാണ് നിലവിൽ നമ്മളെല്ലാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ തന്നെ ഇങ്ങനെ ഒരു വിവരം ലഭിക്കുന്ന സമയത്ത് ഒരു കാർഗോ ചെരിഞ്ഞു അല്ലെങ്കിൽ കണ്ടെയ്നറുകൾ ഒഴുകി വരാൻ സാധ്യതയുണ്ട് എന്നെല്ലാം പറയുമ്പോൾ അതൊരിക്കലും നമുക്ക് ഇതുവരെ പരിചിതമല്ലാത്ത ഒരു സാഹചര്യമാണ്, അല്ലെങ്കിൽ പരിചിതമല്ലാത്ത കാര്യങ്ങളാണ്. അപ്പോൾ തന്നെ വളരെ വലിയ രീതിയിൽ ദുരന്ത നിവാരണ അതോറിറ്റിയും വളരെ കൃത്യമായിട്ട് തന്നെ ജാഗ്രതാ നിർദ്ദേശം, ഒരിക്കലും അത് തൊടാൻ പാടില്ല അല്ലെങ്കിൽ അതിന് അടുത്തേക്ക് പോകരുത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ടൊരു ജാഗ്രതാ നിർദ്ദേശം നൽകിയതാണ്. പിന്നീടാണ് അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നമുക്ക് തന്നെ ഒരു ചിത്രം വ്യക്തമാകുന്നത്, എന്താണ് അവിടെ സംഭവിക്കുന്നത്. അല്ലെങ്കിൽ MSC എൽസ 3 എന്ന് പറയുന്ന ഈ ഒരു കപ്പലിൽ നിന്നാണ് ഇത്തരത്തിൽ കണ്ടെയ്നറുകളാണ് ചെരിഞ്ഞിരിക്കുന്നത്, വെള്ളത്തിലേക്ക് വീണിരിക്കുന്നത്. അത് ഒഴുകി വരാൻ സാധ്യതയുണ്ട്. അതിൽ സൾഫർ അടക്കമുള്ള കാര്യങ്ങളുണ്ട്. എന്തെങ്കിലും തരത്തിലുള്ള സ്ഫോടനങ്ങൾ പോലെ എന്തെങ്കിലും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെല്ലാം സംഭവിക്കാൻ സാഹചര്യമുള്ള വസ്തുക്കൾ അതിലുണ്ട് എന്നുള്ള കാര്യത്തിലെല്ലാം തന്നെ പിന്നീടാണ് ഒരു വ്യക്തത വരുന്നത്. അതിനെ തുടർന്ന് തന്നെ വീണ്ടും കൃത്യമായിട്ടുള്ള വളരെ വലിയൊരു
ജാഗ്രതാ നിർദ്ദേശം തന്നെ നൽകിയതാണ്. ഒരിക്കലും ഈ കണ്ടെയ്നറുകളുടെ എടുത്ത് പോകരുത്, ഒരിക്കലും ആശ്ചര്യത്തോടെ അല്ലെങ്കിൽ നമുക്ക് കാണുമ്പോൾ ഇത് എന്താണ് എന്നുള്ള കാര്യത്തിലൊന്നും അറിവുണ്ടാവില്ല. പലരും അതിനെടുത്ത് പോകാനും തൊടാനും ഒക്കെയുള്ള സാധ്യതയുണ്ട് എന്ന് അറിയുന്നത് കൊണ്ട് തന്നെയാണ് അത്തരത്തിലൊരു ജാഗ്രതാ നിർദ്ദേശം നൽകിയത്. എന്നാൽ ഇപ്പോൾ അതിനേക്കാൾ ഒന്നുകൂടി രൂക്ഷമാകുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ 400-ലധികം കണ്ടെയ്നറുകൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇതെല്ലാം ഈ ഒരു വെള്ളത്തിൽ വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അത് ഒഴുകി ഉറപ്പായിട്ടും ഈ ഒരു കേരള തീരത്തേക്കൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതിനടുത്തേക്ക് പോവുകയോ തൊടുകയോ ഒന്നും ചെയ്യരുത് എന്ന് തന്നെയാണ് നിലവിലും അറിയിച്ചിരിക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ, കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് ഉദ്യോഗസ്ഥരെ അറിയിക്കണം. പക്ഷേ ഇതുവരെ അങ്ങനെ എന്തെങ്കിലും കണ്ടെയ്നറുകളൊന്നും കാണുന്ന ഒരു സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ കൃത്യമായിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിച്ച് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് അധികൃതരുടെ ഭാഗത്തു നിന്ന് അവരും വ്യക്തമാക്കിയിട്ടുള്ളത്. ദീപ്തി, കപ്പൽ MSC എൽസ 3 കടലിൽ മുങ്ങിത്താഴ്ന്നു. കപ്പൽ അവശേഷ ക്യാപ്റ്റൻ അടക്കം 3 പേരെയും രക്ഷപ്പെടുത്തി. കോസ്റ്റ് ഗാർഡിന്റെയും നാവികസേനയുടെയും നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. നാവികസേനയുടെ INS സുജാത എന്ന കപ്പലാണ് ഇവരെ രക്ഷപ്പെടുത്തിയത്. കടലിൽ നിന്ന് കൂടുതൽ കണ്ടെയ്നറുകൾ കടലിലേക്ക് വീണു. കപ്പൽ മുങ്ങുന്ന സാഹചര്യത്തിൽ രക്ഷാദൗത്യം കൂടുതൽ ദുഷ്കരമാവുകയാണ്. കടലിലൂടെ ഒഴുകി നടക്കുന്ന കണ്ടെയ്നറുകൾ മറികടക്കാൻ നാവികസേനയുടെ കപ്പലുകൾക്ക് കഴിയുന്നില്ല. കണ്ടെയ്നറുകൾ കേരള തീരത്തടിഞ്ഞാൽ ആരും അടുത്തേക്ക് പോകരുതെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 112-ലേക്ക് വിളിച്ച് കണ്ടെയ്നറുകൾ കേരള തീരത്തടുത്താൽ 112-ലേക്ക് വിളിച്ച് വിവരം അറിയിക്കാനും നിർദ്ദേശമുണ്ട്. അതേസമയം കപ്പൽ അപകട നില തരണം ചെയ്തെന്നാണ് വിവരം. സ്ഥിതി നിരീക്ഷിക്കാൻ ക്യാപ്റ്റൻ ഉൾപ്പെടെ 3 പേർ കപ്പലിൽ തുടരുകയാണ്. വിജിതയാണ് വിശദാംശങ്ങൾ നൽകിയത്.